ഇങ്ങനെ നമ്മൾ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് ഫ്രാൻസിൻ്റെ ലിലെ എന്ന് പറഞ്ഞ ഒരു തീരത്തേക്കാണ് അടുക്കുന്നത് കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബസ് ഇതാ ഷിപ്പിൽ കയറിയിരിക്കുകയാണ്. ഇവിടെ കൂടുതൽ അടുത്ത് നിൽക്കാൻ പേടിയാകുന്നു. ഇവിടെ വെള്ളം നനവായതുകൊണ്ട് സ്ലിപ്പായി പോവും. നേരം വെളുത്ത് വരുന്ന കണ്ടത് എന്ത് രസമല്ലേ. ഈ യാത്ര ഒരു ഫേമസ് യാത്ര തന്നെയാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. പലരും യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. ഇതേപോലത്തെ ഷിപ്പ് പുറപ്പെട്ട ഷിപ്പുകളാട്ടോ. ഓ, ഇത് അടിപൊളി കാഴ്ചാട്ടോ. നമ്മൾ ഇത് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ഒരു ഷിപ്പാണ്. ഈ പ്രാവശ്യത്തെ യാത്ര നമ്മൾ പാരീസിലേക്കല്ല, മാർഷലെ നൈസ് എന്നൊക്കെ പറഞ്ഞ ഇനി നമ്മുടെ യൂറോപ്പ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ലണ്ടനിൽ വിക്ടോറിയ ബസ് സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മളുള്ളത്. വിക്ടോറിയ ബസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ബസ്സിലാണ്, ഫ്ലിക്സ് ബസ്. നിങ്ങൾക്കറിയാം, യൂറോപ്പിൽ വന്നു കഴിഞ്ഞാലും ഒക്കെ ഞാൻ സ്ഥിരമായിട്ട് എടുക്കുന്ന ബസ്സാണ്. അതിൽ നമുക്ക് ഡിസ്കൗണ്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ മെർസലെ എന്ന് പറഞ്ഞാൽ ഫ്രാൻസിൻ്റെ തീരദേശമായ നല്ല ഭംഗിയുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പാരീസ് പോകുന്നില്ല, പകരം നമ്മൾ തീരത്തിലൂടെയുള്ള യാത്ര, ഫ്രാൻസിലൂടെ ഇറ്റലി, മാൾട്ട, അങ്ങനെ വേണ്ട കുറച്ച് രാജ്യങ്ങൾ, യൂറോപ്പിൻ്റെ രാജ്യങ്ങളിലുള്ള യാത്രയാണ്. അപ്പോൾ അത് നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ബസ് സ്റ്റേഷനിലാണ്. നമ്മളെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ പുറപ്പെടാനുള്ള പരിപാടിയിലാണ്. ഇതാണ് നമ്മളെ ബസ് കേട്ടോ. 10:30 പ്രാഗിലേക്കുള്ള ബസ്സാണ്. അത് നമ്മൾ പറഞ്ഞ വഴിയിലൂടെ പോവും. ഞാൻ ഇറങ്ങാൻ മാർസലെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നാളെ രാത്രിയിൽ, അന്ന് രാത്രിയിൽ ഇവിടെ നിന്ന് കയറിയാൽ നാളെ രാത്രിയിൽ 25 മണിക്കൂറാണ് നമ്മളെ യാത്ര. ഇപ്പം സമയം 10 മണിയായി. 10:30 മണീൻ്റെ മുമ്പ് നമ്മൾ ഇവിടെ നിന്ന് കയറുന്നതായിരിക്കും. ഇതൊക്കെ സ്റ്റേഷൻസാണ്. ഇതാണ് നമ്മളെ ബസ് N870 ലണ്ടൻ പ്രാഗ് ബസ്. അടിപൊളി ബസ്സാണ്. ഇതിൻ്റെ ലഗേജ് കണ്ടില്ല, വലിയ അടിപൊളി ബസ്. ഫുൾ ആൾക്കാർക്ക് ഇവിടെ വലിയ ബസ്സാട്ടോ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ബസ് ഇതാ ഷിപ്പിൽ കയറിയിരിക്കുകയാണ്. കണ്ടില്ലേ, ബസ് ഷിപ്പിലേക്ക് കയറി. വലിയൊരു ഷിപ്പാട്ടോ, വലിയൊരു ഷിപ്പാണ്. വേറെ ഒരു ബസ് ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. നമ്മൾ ഡെക്കിൻ്റെ മുകളിലേക്ക് പോകാട്ടോ ചെയ്യാം. ഇതൊക്കെ വാഹനങ്ങളാണ്. ഇവിടെ നമുക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണാം. ഷിപ്പിൻ്റെ മുകളിൽ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് പുറത്ത് ഒക്കെ പോവാം. ഇതാണ് ഇതിൻ്റെ ഔട്ട് സൈഡ് കേട്ടോ. നമ്മളിത് ഇനി പുറപ്പെടാൻ കിടക്കുന്നതാണ്. ഇവിടെ നിർത്തിയിട്ട് കണ്ടില്ല, അത് പുറപ്പെട്ടതാട്ടോ. പുറപ്പെട്ടതല്ല, തിരിച്ച് ഇങ്ങോട്ടേക്ക് വരികയാണിത്. ഓ, ഇത് അടിപൊളി കാഴ്ചാട്ടോ. നമ്മൾ ഇത് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്ന ഒരു ഷിപ്പാണ്. അവിടെ നിർത്തി വാഹനങ്ങളും ആളൊക്കെ ഇറങ്ങി പോകട്ടോ. ഇതേപോലെയാണ് നമ്മളും തിരിച്ചു പോവുക. ഫ്രാൻസിൽ നിന്നും നമ്മൾ ലണ്ടനിലേക്ക് വരുന്ന ഷിപ്പാട്ടോ. ഇതേപോലെ തിരിച്ച് നമ്മളിപ്പം ഫ്രാൻസിലേക്ക് പോകുന്നത്. നിറച്ചു വലിയ വലിയ ട്രക്ക്, ട്രെയിലേഴ്സ്, കണ്ടില്ലങ്ങൾ ഉള്ളിൽ കാണുക, ആൾക്കാർ എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉള്ളതാട്ടോ ഇത്. അടുത്തത് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോകുന്നത് ഫ്രാൻസിലാണ് കേട്ടോ. ഫ്രാൻസ്, ലണ്ടനോട് നമ്മൾ വിട പറഞ്ഞു. ലണ്ടൻ എമിഗ്രേഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് കാഴ്ചകളാണ്. കടലിലൂടെ നമ്മൾ 1 മണിക്കൂർ യാത്രയാണ് ഫ്രാൻസിലേക്ക്. ലണ്ടനാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം. ലണ്ടനിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞു. അടിപൊളിയല്ലേ. നമ്മൾ ലണ്ടനിൽ നിന്നും പുറപ്പെട്ടു. ഇനി ഫ്രാൻസിലേക്കാട്ടോ. അടുത്ത് ഫ്രാൻസിലെത്തും. ഇവിടെ നമുക്ക് ഒരുപാട് കോഫി ഷോപ്സ്, ഡ്യൂട്ടി ഫ്രീ, അങ്ങനെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. നല്ല തണുപ്പാണ്. ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഡ്യൂട്ടി ഫ്രീ ആണ്. ഇതിൻ്റെ അകത്തത്തെ ഡ്യൂട്ടി ഫ്രീ ആണ് കേട്ടോ നമ്മളീ കാണുന്നത്. ഇവിടെ നമുക്ക് സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ എല്ലാം, കോഫി എല്ലാം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ.
She too enjoying. തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ ഷിപ്പിൽ വന്ന സമയത്ത് ഇവിടെ ഗ്ലാസ്സിൽ വേറെ ചെറിയൊരു ഹാഫ് തടസ്സമായിരുന്നു. ഇപ്പം ഗ്ലാസ് ഉള്ളത് കൊണ്ട് ശരിക്കും നല്ല കാറ്റുള്ളത് കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല. നമ്മൾ തീരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. എന്ത് ഭംഗിയാറിയും ഭയങ്കര തണുത്ത കാറ്റാണ്, അതാ നിൽക്കാൻ പറ്റാത്തത്. ഫ്രാൻസിന്റെ തീരത്തേക്കാണിത്. നിങ്ങൾ കാണുന്ന ലോങ്ങിൽ കടലിന്റെ കാഴ്ചകളാണ്. എന്താല്ലേ ഉറക്കുന്നത് കൊണ്ടാട്ടോ ഇളകുന്നത്. ഇങ്ങനെ നേരം വെളുത്ത് വരികയാണ്. നമ്മളെ ഷിപ്പ് വരുന്ന വഴികൾ കണ്ടോ, വെള്ളത്തിൻ്റെ അടയാളങ്ങൾ. ഇവിടെ കൂടുതൽ അടുത്ത് നിൽക്കാൻ പേടിയാകുന്നു. ഇവിടെ വെള്ളം നനവായതുകൊണ്ട് സ്ലിപ്പായി പോവും. അതുകൊണ്ട് തന്നെ നല്ലോണം പിടിച്ച് വളരെ കെയർഫുൾ ആവണം. സ്ലിപ്പായി മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. റിസ്കി. നേരം വെളുത്ത് വരുന്ന കണ്ടകൾ എന്ത് രസമല്ലേ. ഈ യാത്ര ഒരു ഫേമസ് യാത്ര തന്നെയാണ് കേട്ടോ. വർഷങ്ങളായിട്ടുള്ള എത്രയോ കാലങ്ങളായിട്ടുള്ളതാണ്. പലരും യാത്ര ചെയ്തിട്ടുണ്ട് ഇതിലൂടെ. പക്ഷേ ഞാനിപ്പോൾ ഒരു 3ാമത്തെ വട്ടമാണ് ഞാൻ ലണ്ടനിലേക്ക് വരുന്നത്. പാരീസിൽ നിന്നും അതേപോലെ ഇതിന് മുമ്പ് ഒരിക്കൽ ബെൽജിയത്തിലേക്ക് പോയതും ഇപ്പോൾ ഇതാ വീണ്ടും പോകുന്നതൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു പ്രത്യേക സൗകര്യവും ഒരു പ്രത്യേക രസവുമാണ്. നമ്മൾ ഫ്രാൻസിൻ്റെ ബോർഡറിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നിന്നാണ് ഫ്രാൻസിൻ്റെ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. കണ്ടില്ലേ, അവിടേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മൾ പോർട്ട്. ആ ഭാഗത്താണ് ഈ പ്രാവശ്യത്തെ യാത്ര. നമ്മൾ പാരീസിലേക്കല്ല, മാർഷലെ, നൈസ് എന്നൊക്കെ പറഞ്ഞ കടൽ ഭാഗങ്ങളുള്ള നല്ല രസമുള്ള ഭാഗത്തിലേക്കാട്ടോ നമ്മൾ വരുന്നത്. ഇതേപോലത്തെ ഷിപ്പ്, പുറപ്പെട്ട ഷിപ്പുകളാട്ടോ. ഇത് ഫ്രാൻസിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയാണ്. നമ്മൾ ഫ്രാൻസിനോട് അടുത്തും കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അതിൻ്റെ സ്ഥലങ്ങളിലേക്ക് നേരം വെളുത്തു. ഇങ്ങനെ നമ്മൾ ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട് ഫ്രാൻസിൻ്റെ ലിലെ എന്ന് പറഞ്ഞ ഒരു തീരത്തേക്കാണ് അടുക്കുന്നത് കേട്ടോ. ഏകദേശം 2 മണിക്കൂർ നേരത്തെ യാത്രയാണ് നമുക്കുള്ളത്. വർഷങ്ങളായിട്ട് 100 വർഷങ്ങൾക്കൊക്കെ മുമ്പേ തന്നെ സർവീസ് സ്റ്റാർട്ട് ചെയ്തതാണ് ഫ്രാൻസും UK-യും തമ്മിലുള്ള ഈ ഷിപ്പ് സർവീസ്. ഇതിൽ ബസ്, ലോറി, ട്രക്ക്, കാറ്, മനുഷ്യർ എല്ലാവരും, ലഗേജ് എല്ലാം പാസ് ചെയ്യുന്ന ഒരു സർവീസാണ് കേട്ടോ. വലിയൊരു ട്രേഡ് നടക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. അങ്ങനെ നമ്മൾ തീരത്തെത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഇറങ്ങാൻ പോകട്ടോ പുറത്തേക്ക്. ഇവിടെ ഈ സൈഡിലാണ് ഇതിൻ്റെ ലാൻഡിങ് വരിക. അവിടെ നമ്മൾ കാണുന്ന പച്ച ലൈറ്റ്, അതാണ് നമ്മളെ ബോർഡർ. അങ്ങനെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളെ ബസ് ഇതാണ്, ഫിക്സ് ബസ് തുറക്കുന്ന ആൾക്കാരൊക്കെ കയറാൻ നിൽക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ബസ്സിൽ കയറി ഇനി ഫ്രാൻസിലെ യാത്രയാണ്. ബസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാരതാ കയറുന്നു, ഞാനും കയറാൻ പോവാണ്. നമ്മൾ ഇത് തുറക്കുന്നത് കാണാട്ടോ. ഈ സാധനം നേരെ അങ്ങോട്ടേക്ക് കിടത്തുമ്പോൾ എന്താ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചെയിനിൽ. അങ്ങനെയാണ് സംഭവം. നമ്മൾ അക്കരയ്ക്ക് കടക്കുക കേട്ടോ, ബോർഡറിലേക്ക് കടക്കുന്നത്. അങ്ങനെ നമ്മൾ ഫ്രാൻസിലെ ലിലെ എന്ന് പറഞ്ഞ സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ലിലെ എന്ന് പറഞ്ഞ സിറ്റിയിൽ നമ്മൾ ബസ് ഇറങ്ങി. ഇനി ഇവിടുന്ന് മാറിയിട്ട് നമ്മൾ മാർഷലെ എന്ന് പറഞ്ഞ ബസ്സിലേക്ക് മാറിക്കയറുന്നതാണ്. ഒരു അരമണിക്കൂറോളം ഗ്യാപ്പാണ്.
ലിലെ എന്ന സിറ്റി നല്ല വലിയൊരു സിറ്റിയാണ് ഫ്രാൻസിൻ്റെ. ഇവിടെ നിന്നാണ് നമ്മൾ മാർഷലിലേക്കുള്ള ബസ് പുറപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ബസ്സിൻ്റെ കാഴ്ചകളും ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇവിടെ നിന്ന് അരമണിക്കൂറിൽ വരുന്ന ബസ്സിലാണ് നമ്മൾ കയറുക. അപ്പോൾ എനിക്ക് പരിചയമുള്ള സിറ്റി അല്ല, പുതിയൊരു സിറ്റിയാണ്. പക്ഷേ മെയിൻ ഹബ്ബ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ്റെ മെട്രോ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നൈറ്റിൽ, ഇന്ന് രാത്രിയാണ് മാർഷൽ എന്ന് പറഞ്ഞ സിറ്റിയിലേക്ക് നമ്മൾ എത്തിപ്പെടുക കേട്ടോ. അങ്ങനെ നമ്മൾ ബസ് യാത്രകളാണ്. നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന റൂട്ട് ബെൽജിയത്തിൻ്റെ ബോർഡറിൽ, അതേപോലെ ജർമ്മനി, സ്വിറ്റ്സർലാൻഡിൻ്റെ ബോർഡറുകൾ, അതേപോലെ ഒരുപാട് ഭംഗിയുള്ള റൂട്ടിലൂടെയുള്ള ഒരു ബസ് യാത്രയാണ് ഈ യാത്ര. അതാണ് ഈ യാത്രേൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ യാത്രേൻ്റെ നമ്മളെ സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഇറ്റലി എന്ന് വേണ്ട എല്ലാ ബസ്സുകൾ, എല്ലാ ബോർഡറിൻ്റെയും നല്ല കാഴ്ചകളുമായിട്ടുള്ള അടുത്ത എപ്പിസോഡ് കാണും വരെ ബായ്.